വർക്കല ബീച്ചിൽ എത്തിയിട്ടുണ്ടേ. ഇത് കണ്ട, ഇതാണ് വർക്കല ബീച്ചിലെ അമ്പലക്കുളം കേട്ടാ. ഷാനെ, എങ്ങനെയുണ്ട് അമ്പലക്കുളം? എങ്ങനെയുണ്ട് അമ്പലക്കുളം? അടിപൊളി. ഇതെന്താ ഈ ഓടിട്ട കെട്ടിടം? ഇതാണ് അസിസ്റ്റന്റ് എഞ്ചിനീയറിന്റെ ഓഫീസ്. പേടിച്ചിട്ടു നീ നാന മുതലേന്നും കാണൂല. നീ ചാടല്ലേ? വേണേ പയ്യെ കാല് വെച്ചു. സാധാരണ പറക്കും തളികൾ സിനിമയിലേക്കാണ് അതില് വെളുത്താണ് നമ്മള് ചാടി ചെല്ലുമ്പോ കറുത്ത കൈ കെട്ടാനൊക്കെ വരും. ഒന്നുകൂടെ വിരളിങ്ങനെ ഒരഞ്ഞോണ്ട് ഇങ്ങനെ പോണ ഈ കല്ലി കൂടെ ഇങ്ങനെ. വേസ്റ്റുകൾ പരമാവധി ഇവിടെ നിക്ഷേപിക്കാതെ അതൊന്നും ഞാൻ കണ്ടില്ല, പിന്നീടാണ് ഞാൻ കണ്ടത്. ഇങ്ങനെയുള്ള സ്ത്രീകളെ നമ്മൾ പരമാവധി ഒഴിവാക്കുക, പ്രകൃതിയെ നശിപ്പിക്കാനായിട്ട് ഇതിലൊക്കെ കണ്ട കാടും പടലൊക്കെ പറഞ്ഞു. നമുക്ക് ഇനിയുള്ള കൊണ്ടുവരണ്ട. ഇനി കൊണ്ടുവരണ്ട. ഈ കുളത്തിൽ ഒരുപാട് മത്സ്യങ്ങളുണ്ട് കേട്ടോ. ആറ്റി കിടക്കണ മീനെന്തടി? ആറ്റുവാള. ഇതുണ്ട ഇവിടെന്ന് കാർ ഒതുക്കിയിട്ടിട്ട് ഇങ്ങനെ നടന്നു പോയാൽ വേറൊരു ബ്യൂട്ടി നമുക്ക് കാണാം അല്ലേ? ഇങ്ങോട്ട് ഒതുങ്ങി നിന്ന് അല്ലെങ്കിൽ ബ്യൂട്ടി ഇതൊരു പുരാതനമായിട്ടുള്ള ഒരു സ്ഥലത്തിന്റെ ആംബിയൻസ് ആണ് ഇവിടെ. പണ്ടത്തെ ഒരു എന്ന് വെച്ചാൽ ഇവിടെ പുതിയ കെട്ടിടങ്ങൾ വെച്ചാൽ അവര് പുരാതന രീതിയിൽ അവര് സെറ്റ് ചെയ്യുള്ളൂ. എന്ന് വെച്ചാൽ ഈ നമ്മുടെ ഒരു അതുണ്ട് ഇവിടത്തെ ഒക്കെ ഡിസൈൻ നോക്കിയാണ് നമ്മുടെ കേരളത്തിന്റെ അല്ല, ഒരു പുരാതനം എന്ന് പറയാൻ പറ്റൂലടാ. ഒരു വെസ്റ്റേൺ ടൈപ്പ് അല്ലേ, ഒരു ഫോറിൻ ഇത് ടച്ച് ഉണ്ടല്ലേ? അല്ലേ? രണ്ടും ഒന്നല്ലേ? വെസ്റ്റേൺ വേറെ എന്തിനു പറഞ്ഞ. ഇതെന്താ ഇവിടെ വന്നു കഴിഞ്ഞാല് ആയുർവേദ സ്പായും കാര്യങ്ങളൊക്കെ കിട്ടും കേട്ടാ. ഇവിടെ വന്ന് നമുക്ക് കളരി പിടിക്കാം. ഇവിടെ ഇത് കൊള്ളാം കേട്ടാടെ. അതിനകത്ത് കയറി കാണാൻ പറ്റുമോ? ഇവിടെ കണ്ട ഇവിടെ കളരി അഭ്യസിക്കുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു കേട്ടാ. വേസ്റ്റ് ബോട്ടിലുകളൊക്കെ ഇല്ലേ, അതൊക്കെ കൊണ്ട് സെറ്റ് ചെയ്തേക്കണം കേട്ടാ. കൊള്ളാം. ഇപ്പൊ ചൂടോടെ ഒരു ചായയും ഒരു ഉള്ളിവടയും കൂടെ കഴിക്കാം അല്ലേ? അടിപൊളി. മേഡം എന്താണ് വേണ്ടത്? വാഴക്കപ്പം, ഉള്ളിവട, പരിപ്പുവട, പിറവുകൾ, കുതിര. ഇതുണ്ടോ കുതിരേനെയൊക്കെ ഓരോരുത്തരുണ്ടാണെങ്കിൽ ചാവാറായി. പണ്ട് മലയാളികളായാലും സായിപ്പിനെ പിടിച്ചെടുത്ത് ഫോട്ടോ എടുക്കണം, സായിപ്പിനെ പിടിച്ചെടുത്ത് ഫോട്ടോ എടുക്കണം. നോക്കിയാൽ പഴയ ചെരുപ്പ് ഇട്ടോണ്ട് വരുന്നവർക്ക് പുതിയ ചെരുപ്പ് എക്സ്ചേഞ്ച് ചെയ്തെടുക്കാം. വീഡിയോ എടുത്തോ. അഭിനയാണ് തറ കിടക്കുന്ന. കൊള്ളാം. നീ വേണം ബാഗിൽ കയറിക്കോ. സൂപ്പർ. ഞാനിവിടെ ജസ്റ്റ് ബാഗിൽ കയറാം. നിജാസ് ബാക്കിൽ കയറാൻ പോയിരിക്കുകയാണ്. ഇവിടെ ആള് നിക്കണോണ്ടാണ് കയറണം, അല്ലെങ്കിൽ ഇപ്പൊ രണ്ടും കൂടെ ഓടിയാണ്. ഇതൊക്കെ ആദ്യമായിട്ടല്ലടാ കാണുന്നത്. ഇത് എല്ലാ ദിവസവും ഇതിന്റെ സർവീസ് ഉണ്ട് കേട്ടാ. രാവിലെ 7 മണി തൊട്ട് വൈകിട്ട് 6 മണി വരെയാണ് വരുന്നത്. 800 രൂപയാണ് ചാർജ് വരുന്നത് 1 കിലോമീറ്റർ. വർക്കല എങ്ങനെയുണ്ട്? വർക്കല അടിപൊളിയാണ്. സിഐഡി മൂസയിലെ പട്ടിയുടെ അർജുൻ വേണ്ട ഒന്ന് കടിച്ചെടുത്തോണ്ട് പോവില്ല. കറങ്ങണ സമയത്ത് പോയി ഇടറേ. എന്താ പമ്പരൊക്കെ വേണമെന്നുള്ളവർക്ക് ഇവിടെ ഒന്ന് മേടിക്കാം കേട്ടോ. ഇതേണ്ട ഈ ഒരു ചാല് ഇവിടെ നിന്ന് പതിയെ ഇങ്ങനെ കടലിലോട്ട് ഇങ്ങനെ തുറന്ന് വിട്ടാണ് കാണാം കേട്ടാ. നോക്കിയാണ് ഇവിടെ നിന്നാണ് വെള്ളം പോണത്. അത് ഈ വെള്ളം ഇങ്ങോട്ട് കയറുന്നു തന്നെ. അതൊരു നല്ല പ്രതിഭാസമാണ്. പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോ ലോങ് ജമ്പിന് എവിടം വരെ ഡിസ്ട്രിക്ട് വരെ പോയിട്ടുണ്ടല്ലോടാ. സെക്കൻഡ്. അതുകൊണ്ട് സ്റ്റേറ്റിൽ പങ്കെടുക്കാനായിട്ട് പറ്റിയില്ല. അപ്പൊ നമുക്ക് ഇവിടുന്ന് നമുക്ക് ഷാന്റെ ആ ഒരു പണ്ടത്തെ ഒരു കഴിവ് നമുക്ക് വീണ്ടും പുറത്തെടുക്കുകയാണ്. ക്യാമറ ഒക്കെ ഓക്കെയാണ്. റെഡി? ഞാൻ എപ്പോഴേ പറഞ്ഞു ഒക്കാത്ത പണിക്ക് പോവല്ല. അതായത് ആ പുള്ളിക്കാരെ വിസിലടിക്കും. ഇവിടെയൊക്കെ ഡേഞ്ചർ ആണ് കേട്ടാ. ഈ പുള്ളി കണ്ടാ
റെഡ് ഫ്ലാഗ് ഒക്കെ കൊണ്ട് ഇങ്ങനെ നടന്ന് വിസിലടിക്കും. അപ്പൊ നമ്മൾ പറഞ്ഞ കേട്ടില്ലെങ്കിൽ കയറി പിടിച്ച് പോലീസ് കൊടുക്കും. അതെ, അതുകൊണ്ട് എല്ലാരും ശ്രദ്ധിച്ചോണം നിക്കാം. നമ്മൾ ശ്രദ്ധിച്ചോണ്ട് നിൽക്കുക, അല്ലെങ്കിൽ ഒരെണ്ണം പോയിക്കണുണ്ട്. ഇതുണ്ടോ മീൻ വേണോ? വേണ്ട, ഇവിടെ നിന്ന് പിടിച്ച നല്ല ഫ്രഷ് മീനാണ് കേട്ടോ. ചൂണ്ട വലയെന്ന് ഇളക്കി ഇടണേ ഉള്ളൂ. ആ ഗായ്സ്, ഇവിടെ ആദ്യം ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഉണ്ടായിരുന്നു. അപ്പൊ അത് ഒരു വലിയ തിരയെ സംബന്ധിച്ച് അടിച്ച് തൊലച്ച് അടുക്കി വെച്ചു. ഇതൊക്കെ ഉള്ളതല്ലേ? ആ, ഉള്ളത് തന്നെ. ഇതില് കയറി കുറച്ചു പേര് അപകടത്തിൽ പെട്ട് രക്ഷപ്പെട്ടു. ഗായ്സ്, ഇത് ഉള്ള കാര്യമാണ്, ഞാൻ ന്യൂസിൽ കണ്ടതാണ്. പുറം ലോകമായിട്ട് ഒരു ബന്ധമില്ല. ഇവക്ക് അടുക്കളയിലെ അടുപ്പിൽ ഊതാനും ഇവക്ക് അറിയും. അടുത്ത ഗായ്സ്, അടുത്ത നമ്മുടെ വർക്കല ക്ലിഫാണ്. ഒരു മിനി ഗോവ എന്നാണ് ഇവിടെ അറിയപ്പെടുന്നത്. വർക്കല അല്ലേ? നീ വന്നിട്ടില്ലേ? ഇവള് പകല് മാത്രമേ വന്നിട്ടുള്ളൂ. ആരെ കാണാനാ? ഇവിടെ നൈറ്റ് ഭംഗി ആസ്വദിക്കാണ് ക്ലിഫില്. അടിപൊളി. ഇവിടെ ഇതിപ്പോ നോക്കിയാ, ഇതിപ്പോ ചവിട്ടി പൊക്കണ പോയി. നോക്കട്ടെ, ചവിട്ടി. മറ്റേ റൊണാൾഡോ ഏറ്റവും അടുത്ത ആളാണ്. ഇനി അതിന് കൈ കൊണ്ടെടുത്ത് കളഞ്ഞിട്ട് പോകും. അത് നമ്മളെ കൊണ്ടൊന്നും പറ്റണ പണിയല്ല. വാ 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 വാ. ഇതാണ് ഒതളങ്ങ. പക്ഷെ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. എടാ കിണവാഴ, ഇത് ഒതളങ്ങയൊന്നുമില്ല, ഇത് പ്രാശം ഫ്രൂട്ട്. എടാ പോടാ. എടാ ഇവിടെ ഒരു പ്രത്യേകത ഉണ്ട്. ഇവിടെ നീരറവ. ഇവിടെ ഒരു നീരറവ ഉണ്ട്. നീരറവ എന്ന് വെച്ചാൽ അവിടുത്തെ റെസ്റ്റോറന്റുകളിൽ നിന്ന് ഒലിച്ചു വരുന്ന അടിപൊളി വെള്ളം. എടാ പോടാ. അപ്പൊ നമുക്ക് ഈ നീരറവ ഭയങ്കര പ്യുവർ വാട്ടർ ആണ് കേട്ടോ. ഇതിൽ നിന്ന് നമുക്ക് കുടിക്കാനായിട്ട് പറ്റും കേട്ടോ. ഷാൻ നമുക്ക് വേണ്ടി കുടിച്ചു കാണിക്കുന്നതായിരിക്കും. 2 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ കുടിച്ചു നോക്കുന്നതായിരിക്കും. ആരൊക്കെ വന്ന് കുളിയെ കൊണ്ട് വിവേലിന്റെ സോപ്പൊക്കെ ഇരിക്കും. ഇവിടെ വേനലിൽ വന്നാലും മഴയത്ത് വന്നാലും എപ്പോഴും ഇവിടെ വെള്ളം ഉണ്ടാവും കേട്ടോ. ഉള്ളത് തന്നെ അടിച്ചു വിടണം. അമ്മ പോവാം. അപ്പൊ കൊറേ നേരം കൊണ്ട് കുടിക്കാൻ കൊള്ളാന്ന് പറയാം. നിറയെ വീടല്ലേ? മതി ഇനി മണ്ണ് പറ്റിക്കാനല്ലേ വിളിച്ചോണ്ടാ. കുളിയില്ല, നനയില്ല. ഊഞ്ഞാലുണ്ട്, ഇവിടെ ഒരു ഊഞ്ഞാലുണ്ട്. പിന്നെ മണിയും കാര്യങ്ങളൊക്കെ മണിയില്ല, കുപ്പിയില് ഞാൻ അടിച്ചത്. ഇങ്ങനെ ആസ്വദിച്ചിരുന്ന ഊഞ്ഞാലാടാ അല്ലേ? അതെ. അതേപോലെ തന്നെ ചെറിയ കാറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടാ. ഇത് കണ്ട, ഇവിടെ നമുക്ക് നടന്ന് ക്ലിഫിലോട്ട് കയറാനായിട്ട് പറ്റും കേട്ടാ. ഇത് നോക്ക്, ഫുള്ള് ഇരുട്ടാണ് കേട്ടാ. ഇവിടെ നിൽക്കുമ്പോ കടലിന്റെ ഒരു തിരയുടെ സൗണ്ട് നമുക്ക് മുഴങ്ങി കേൾക്കാം. ഇനി വളരെ കുറച്ച് സ്റ്റെപ്പുകളിലൂടെ കയറി നമ്മൾ ക്ലിഫിലെത്തും. ഇവിടെ കണ്ടോ, അതിന്റെ ഏകദേശം എത്തുന്നതിന്റെ തൊട്ട് മുൻപുള്ള ഒരു വ്യൂ ആണ് കേട്ടോ ഈ കാണുന്നത്. ഇത് നമുക്ക് വർക്കല ക്ലിഫിന്റെ മുകളിൽ നിന്ന് നോക്കുമ്പോഴത്തേക്ക് കടലൊക്കെ നല്ല പോലെ കാണാം കേട്ടോ. അല്ലടാ ഷാനെ? വേണ്ട, ചെറിയ ബോട്ടും കാര്യങ്ങളൊക്കെ പോണുണ്ടോ? ഒരു വര രണ്ടായി തുരന്നു. പാസേജിന്റെ കാര്യമാണ് പറയുന്നത് കേട്ടോ. നമ്മളെ നാട്ടില് പറയും. അങ്ങനെ നമ്മള് ഫൈനലി ക്ലിഫിൽ എത്തിയിട്ടുണ്ട്. ക്യാമറയിൽ കറക്റ്റ് കിട്ടത്തില്ല, വെള്ളങ്ങളൊക്കെ ചെറിയ ലൈറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിങ്ങനെ പോകുന്നുണ്ട് കേട്ടോ. ഷബു സൂപ്പർ അല്ലേ? ഷബുനെ കിളിഞ്ഞു കേട്ടാ. ഇതണ്ട, വാവ്, വെറൈറ്റി മീനുകളുണ്ട് കണ്ടോ ഇവിടെ. ഇവിടെ വെറൈറ്റി ഫ്രഷ് മീനുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടാ. ഇത് നോക്ക്, മീൻ തന്നെ സൂപ്പർ കേട്ടാ. ഇവിടെ ഇതെങ്ങനെയാ കറങ്ങി എല്ലാ റിസോർട്ടുകാരും ഇവിടെ ലൈവ് മ്യൂസിക്കും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇവിടുത്തെ കസ്റ്റമേഴ്സിന് വളരെ എൻജോയ് ചെയ്തിരുന്ന് ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കാം.
ഷബു പെട്ട് കേട്ടാ, ഏതെങ്കിലും മേടിച്ചിട്ടേ ഇവിടെ ഉള്ള. ഷബു വേണ്ടേ, എവളിങ്ങനെ തന്നെ അമ്മച്ചി, എവളെ ഏത് കടയിൽ കയറിയാലും ഇങ്ങനെ തന്നെ. ഓ ഇത് കിണ്ണാച്ച സാധനം. എന്നാ ഇത് വേണ്ട, ഇത് വെച്ചോളെ. എങ്ങനെയുണ്ട്? കറണ്ട് അടിക്കുമെന്ന്. കറണ്ട് അടിച്ച് തുള്ളണ തന്നെയാടാ നീ അത്. കൊള്ളാം കേട്ടാ. ഷബു ഇതുകൊണ്ട് എത്ര രൂപയെന്ന് പറയുന്നത്? 120. You have 120? Yeah, no, I have. I know. ജയ്പൂർ ജെംസ് എന്ന് പറയുന്ന ജയ്പൂരി മാലകൾ, കമ്മലുകളൊക്കെ. ജയ്പൂർ ജെംസ് സൂപ്പർ ആട്ടോ. സ്റ്റീൽ ഗ്ലാസ് ആണ് അത്. സ്റ്റീൽ ഗ്ലാസ് ആണോ? ഉപ്പ് പൊട്ടി തന്നെ. 15,000 രൂപ. ഇത് വെറും 15,000 രൂപ. 15,000 50,000 എന്ന് പറഞ്ഞു. 15 or 50? No, 15. 15,000. 15,000. Wow. Very beautiful. Okay. അടിപൊളിയല്ലേ? എല്ലാം കാശ്മീരി. ഇതെല്ലാം കാശ്മീർ ഇമ്പോർട്ടഡ് സാധനങ്ങളാണ് കേട്ടാ. ഇതൊക്കെ ഇതൊക്കെ കണ്ട ഹാൻഡ് പെയിന്റിംഗ് ആണ് വരുന്നത്. നോക്ക്, ഇതൊക്കെ വാഷബിൾ ആണ്, സ്റ്റീലിന്റെ ആണ് കേട്ടോ. ഈ ട്രേ എല്ലാം സ്റ്റീലാണ്. ഇതെല്ലാം വാഷബിൾ ആണ്. ഇതിനകത്ത് അവര് പെയിന്റിംഗ് ചെയ്തിരിക്കുന്നതാണ്. റേറ്റ് കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതിന് ഒരു 400-500 രൂപ തൊട്ടാണ് വരുന്നത്. ആലിയ. ആലിയ ഹാപ്പി. അങ്ങനെ ഷാൻ നമ്മുടെ ആലിയക്ക് മാഗി സ്പോൺസർ ചെയ്തിരിക്കുകയാണ്. ഒരു വീഡിയോ എടുത്തോട്ടോ ആലിയ. കത്തിക്കണ ഇവിടെ ഉണ്ട്, കത്തിച്ച്. Wow. Name? Its name? Huh? Epidrum. Oh. കുതിര എന്ന് പറഞ്ഞാൽ ഒരു 1.5 കുതിര. ഇതുണ്ടോ, ഒരു കുതിര വരുന്നുണ്ടോ? അവരവിടെ വർക്ക് കഴിഞ്ഞ് കൊണ്ടുപോവുകയാണ്. കുതിര ഉണ്ടോ? ക്ലിഫിനകത്ത് കൂടി കുതിരേനെ കൊണ്ടുപോകണുണ്ടോ? കണ്ണാടി പുട്ടർ. സ്പൈഡർമാന് കണ്ണാടി വെച്ചോ? സ്പൈഡർമാൻ കണ്ണാടി വെച്ച് സൂപ്പർ. അപ്പൊ ഇന്നത്തെ വീഡിയോ ശവനാണ് വൈൻഡപ്പ് ചെയ്യണം കേട്ടോ. 10 മണിയായിട്ടോ. അപ്പൊ നമ്മള് ചെറിയതായിട്ടൊന്ന് മഴ പെയ്തു, അതാണ് ഇവിടെ കണ്ട ഫുള്ള് വെള്ളം കാര്യങ്ങളും എല്ലാം കെട്ടി കിടക്കണം. അപ്പൊ നമ്മൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാരും ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ കമന്റ് ചെയ്യണം കേട്ടാ. വീഡിയോ കൊള്ളാമെങ്കിലും കൊള്ളൂലെങ്കിലും കമന്റ് ചെയ്യണം. എങ്കിൽ അറിയിക്കണം. എങ്കിലും നമുക്ക് അതിനനുസരിച്ച് നമ്മുടെ വീഡിയോസ് ജോലിക്കും പോണോ, നിങ്ങളുടെ വോയിസ് ആണ് നമ്മുടെ ചോയ്സ്. അതാണ്. അപ്പൊ എല്ലാരും വീട്ടിൽ പോകണുണ്ട്. അപ്പൊ നമ്മളും പോവാണ്. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.